വേദിയിൽ ഉപവിഷ്ടരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗയാത്ര ഫെബ്രുവരി മാസം 6-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്ന് ആരംഭിച്ച് ഈ യാത്രയുടെ തുടക്കം മുതൽ ആറ്റിങ്ങൽ വരെയുള്ള ഏകത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ മഞ്ചേശ്വരത്തെ ഒരു സാഹചര്യം നോക്കിയാൽ അവിടെ ആൾക്കൂട്ടം സാധാരണ അധികം ഉണ്ടാവാറില്ല ഏത് ജാഥകളും. എന്നാൽ ഇത്തവണ ഫെബ്രുവരി 6-ാം തീയതി കുമ്പളയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ തുടക്കം മുതൽ ഇവിടം വരെ യാത്ര അനുധാവനം ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ജനക്കൂട്ടം വളരെ പ്രതീക്ഷയോടെ യാത്രയെ വരവേൽക്കുക. പാർട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന് പറഞ്ഞ ഭരണം എന്ന് പറഞ്ഞ ഒരു കൊള്ളയടിക്കാനുള്ള വേദിയായിട്ട് മാറി. ഒരുപക്ഷെ ഇന്ന് കാട്ടുകള്ളൻ വീരപ്പൻ ജീവനോടെ വന്നാൽ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ശ്രീ പത്മകുമാർ, അദ്ദേഹം 96 MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹം ശ്രീ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു. ആ പത്മകുമാറാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. അദ്ദേഹം മാത്രമല്ല ഉത്തരവാദി, ആ ഭരണസമിതി ഉത്തരവാദിയായിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന അന്നത്തെ ദേവസ്വം കമ്മീഷണർ വാസു, അദ്ദേഹം കേസിൽ പ്രതിയായി. വാസു പിന്നെ സ്വർണം മാത്രമല്ല കേട്ടോ, കോവിഡ് കാലത്ത് അവിടുത്തെ കിണ്ടി വരെ എടുത്ത് വിറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കിണ്ടി വാസു എന്ന് പറയുന്നത്. ഈ രണ്ടുപേരും ജയിലിലായിരുന്നു. മുരാരി ബാബു ദേവസ്വം ബോർഡിലെ CPM-ന്റെ യൂണിയന്റെ നേതാവ്. ഇങ്ങനെയുള്ളവരൊക്കെ അകത്ത് കിടക്കുമ്പോ 2019 സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ചില ചാനലുകൾ, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, കൈരളിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പാർട്ടിക്കല്ല പോട്ടെ, ചില നിഷ്പക്ഷ ചാനലുകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ചില ചാനലുകൾ കാലത്തൊരു വാർത്ത ഇറക്കുന്നു. ഇന്ന് SIT അതിന്റെ പിന്നാലെ പോയി. ഒരു ദിവസം പറഞ്ഞു 2017 UDF-ന്റെ ഭരണസമിതിയുടെ കാലത്ത് കൊടിമരം മാറ്റി, അല്ല വായുവാഹനം കാണാനില്ല, തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി. സാധാരണ ഒരു ആചാരം എന്താന്ന് പറഞ്ഞാൽ ഈ കൊടിമരം മാറ്റുമ്പോ പഴയ കൊടിമരം ഇരുന്ന മരം കത്തിക്കും, നമ്മൾ ഈ മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലെ, ക്ഷേത്ര ആചാരം. എന്നാൽ മറ്റ് ലോഹത്തിന്റെ അംശങ്ങളുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് കൈമാറും. അതൊരു പാരമ്പര്യമായിട്ട് ചെയ്തൊരു കാര്യം. പക്ഷെ വായുവാഹന രൂപം തന്ത്രിയുടെ വീട്ടിലെ പൂജാമുറിയിലുണ്ടായിരുന്നു. അതോ മറ്റോ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ വെച്ചിരുന്നെങ്കിൽ അത് അടിച്ചു മാറ്റിയ. ഏതായാലും തന്ത്രിയില്ല, ഒന്നുമില്ല, എല്ലാം രക്ഷപ്പെട്ടു. ഇനി ആകെ ബാക്കിയുള്ള വിഗ്രഹം മാത്രമാണ്. അത് പിന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. സ്വർണ്ണാണെങ്കിൽ അതും കൊണ്ടുപോയി. അയ്യപ്പനെയും വിഴുങ്ങി. ഇനി പിണറായിക്ക് ഇനി ബാക്കി ഒരു ദേവം കൂടെ വേണമെന്ന് പറയുന്ന ഒരു വിഗ്രഹം കൂടെ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം വിഴുങ്ങി. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അതാ പറഞ്ഞത്. ഇനി ഡോറിന്റെ അകത്ത് വെക്കാൻ ബാക്കി എത്ര കോടി ചെലവാണ്? അത് പോട്ടെ, ഫ്ലക്സ് കോടികൾക്ക് എത്ര ചെലവ്? കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്ര കോടിയാണ്? അവസാനം മോഹൻലാലിനെ കൊണ്ടൊരു ഇന്റർവ്യൂ നടന്നിട്ട് കഴുത്തിനൊരു കുഴപ്പമില്ല. അപ്പൊ കഴിക്കെന്താ, അത് എനിക്ക് വന്ന് മറ്റേ ഷുഗർ നോക്കാൻ വേണ്ടി കുത്തിയായിരുന്നു. കൈക്കൊരു ഇത് കണ്ടു. സാധാരണ ഷുഗർ നോക്കാൻ വേണ്ടി സാറിന് എല്ലാവരും എത്തി വിട്ടാറുണ്ട്. അപ്പൊ 3ാമത്തെ പ്ലാറ്റ്ഫോമത്തിൽ ഷംസീർ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, ഫ്രീ ആയിട്ട് വയറ്റിലേക്ക് ഇട്ടു. വേദന വന്ന് സഹിക്കാൻ വയ്യ. അവസാനം ഇന്നലെയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി കത്രിക കൊടുത്തത്. അത് 1ാം പിണറായി സർക്കാരിന്റെ അവസാനമാണ്. 2ാം പിണറായി സർക്കാർ വന്നപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷീന എന്നൊരു സ്ത്രീ പ്രസവത്തിന് പോയി. മെഡിക്കൽ കോളേജ് സിസേറിയൻ വേണമെന്ന് പറഞ്ഞു, സിസേറിയൻ നടത്തി, കുട്ടി പുറത്തു വന്നു, കത്രികത്തേക്ക്. ഇന്നും അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുക. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പിള്ളേരെ സമരം ചെയ്തു. ഒരു കാശ് പോലും കോമ്പൻസേഷൻ കൊടുക്കില്ല. ഓരോ സംഭവം നടക്കുമ്പോൾ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം 10 ഒറ്റപ്പെട്ട സംഭവം നടക്കും. എന്താ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ അർത്ഥം? ഡിക്ഷണറിയിൽ നോക്കേണ്ട അവസ്ഥയാണ്.
തിരുവനന്തപുരം